നിങ്ങൾ ഗസ് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് പക്ഷേ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ റിസ്കി ഫാക്ടർ ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഡാറ്റ വെച്ച് ഡിസിഷൻ എടുത്താലോ അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അതെ, ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളതാണ്. ഒരു കമ്പനിയിലെ എക്സൽ ഷീറ്റിൽ കുറേ നമ്പേഴ്സ് നോക്കിയിരിക്കുന്നത് മാത്രമല്ല ഡാറ്റ അനലിറ്റിക്സ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കൂടിയാണ് ഡാറ്റ അനലിറ്റിക്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്താണ് ഡാറ്റ അനലിറ്റിക്സ്? നമുക്കറിയാം, ഓരോ ദിവസം കൂടുന്തോറും ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, ആ ഡാറ്റയിൽ നിന്നും ആവശ്യമുള്ള ഇൻസൈറ്റുകൾ കണ്ടുപിടിക്കുകയും അത് ഗ്രാഫിക്കൽ നമുക്ക് പ്ലോട്ട് ചെയ്യാനും പറ്റും. ഗ്രാഫിക്കൽ പ്ലോട്ട് പറയുമ്പോൾ നമുക്കത് പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം ലൈൻ, നമുക്ക് പല പ്ലോട്ടുകളോട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് ഡിസിഷൻ എങ്ങനെ എടുക്കാൻ പറ്റും, ഇതാണ് ഡാറ്റ അനലിറ്റിക്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും, ഒരു കമ്പനി നന്നായി പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷേ പ്രൊഡക്റ്റുകൾ വിറ്റുപോകുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് സെയിൽസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ ഗസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, അവർ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടി, അതുപോലെ റൺ ചെയ്യുന്ന ആഡുകൾ എണ്ണം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഓഫേഴ്സ് ഒരുപാട് അവർ കൊണ്ടുവന്നു. പക്ഷെ എന്ത് ചെയ്തിട്ട് അവർക്ക് എന്ത് കൂടുന്നില്ല? പ്രോഫിറ്റിൽ മാത്രം വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ ഡാറ്റ വെച്ചുകൊണ്ട് ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്ക് അവർ പഠിച്ച് അതിനവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു പുതിയ മെത്തേഡ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായ കാര്യങ്ങൾ, ചില പ്രൊഡക്റ്റുകൾ വളരെ സെയിൽസുമാണ് നടക്കുന്നുള്ളൂ, പക്ഷെ അത് ആ കമ്പനിയിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ചില പ്രൊഡക്റ്റുകളായിക്കോട്ടെ ഈ പറയുന്ന പോലെ ഹൈ ഡിമാൻഡാണ്, പക്ഷേ അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ലൊക്കേഷനിൽ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്, ബാക്കി ലൊക്കേഷൻ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവർ ആഡ് റൺ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഓഡിയൻസിന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ടാർഗറ്റും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇവർ ആ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കിയ ഇൻസൈറ്റുകളാണ്. ഇതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അവർക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി വൈഡ് ഏരിയാസിൽ അവർക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും പറ്റും. എവിടെയാണോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സെയിൽസ്, അതിൻ്റെ സ്റ്റോക്ക് കൂട്ടിയിട്ടും ബാക്കി അവർക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ നമുക്ക് ആ കമ്പനിയുടെ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ആര് സഹായിക്കുന്നുണ്ട്? ഈ ഡാറ്റ അനലിറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏത് കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാനും ഈ പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കാനും നമുക്ക് ഏത് ഉപകാരപ്പെടും? ഡാറ്റ അനലിറ്റിക്സ് എന്ന് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഡാറ്റ അനലിറ്റിക്സ് പഠിച്ചാൽ നമുക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ളത്. ശരിക്കും ഡാറ്റ അനലിറ്റിക്സ് പഠിച്ച ഒരാൾക്ക് നമുക്ക് ഏത് സെക്ടറിൽ നമുക്കിന്ന് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം എവിടൊക്കെ ഡാറ്റ വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ആവശ്യമുണ്ട്? ഒരു ഡാറ്റ അനലിറ്റിക്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏത് ചെറിയ ഫേം എടുത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുണ്ട്? ഓരോ ദിവസം കൂടുന്തോറും ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റയെ കംപ്ലീറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഏത് സെക്ടറിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ ഇന്ന് ലൈഫിൽ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, അതായത് ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ വലിയ പ്രോഗ്രാമിംഗ് നോളജും വലിയ സ്കില്ലും വേണമെന്നുള്ളത്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലൂമിനലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ നമുക്ക് ആദ്യം കവർ ചെയ്യുന്നുണ്ട്. പൈത്തണിൻ്റെ കൂടെ നമ്മൾ SQL ഡാറ്റാബേസ് കവർ ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് EDA, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. അതിനുശേഷം നമ്മൾ പവർ BI എന്ന് പറഞ്ഞ ടൂൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഡാറ്റാസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും.